നമസ്കാരം. പക്ഷി ഇടിച്ചാൽ എങ്ങനെയാണ് പടുകൂറ്റൻ വിമാനം തകർന്നു വീഴുക? ദക്ഷിണ കൊറിയയിൽ 2024 ഡിസംബർ 24-ന് 179 പേരുടെ മരണത്തിനിടയാക്കിയ ജെജു എയർലൈൻസിന്റെ വിമാന അപകടമാണ് ഈ ചോദ്യങ്ങൾ ഉയർത്തിയത്. പക്ഷി ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന വാദം അന്ന് പലരും അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഏറ്റവും ഒടുവിൽ ദക്ഷിണ കൊറിയയിലെ അന്വേഷകർ വിമാനത്തിന്റെ 2 എഞ്ചിനിൽ നിന്നും പക്ഷിത്തൂവലുകളും രക്തവും കണ്ടെത്തിയതോടെ ഈ ദിശയിൽ വീണ്ടും ചർച്ചകൾ സജീവമായി. ജനുവരി 16-ന് അപകട സ്ഥലത്ത് നിന്നും വീണ്ടെടുത്ത എഞ്ചിനുകളിൽ ഒന്നിൽ പക്ഷിത്തൂവലുകൾ കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചിരുന്നു. അതിനു പിന്നാലെ മറ്റേ എഞ്ചിനിലും പക്ഷിത്തൂവലുകൾ കണ്ടെത്തിയതായി കൊറിയൻ വ്യോമയാന അന്വേഷക ബോർഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. 2 എഞ്ചിനിൽ നിന്നും പക്ഷിത്തൂവലുകൾ കണ്ടെത്തിയെന്നും തൂവലുകളും രക്തക്കറയും അടക്കം 17ഓളം സാമ്പിളുകൾ പരിശോധിച്ചെന്നും ദക്ഷിണ കൊറിയയുടെ ദേശീയ ജൈവ വിഭവ ഏജൻസി അഥവാ NBRA വ്യക്തമാക്കിയിരുന്നു. മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി സുരക്ഷാ വേലിയിൽ ഇടിച്ച് കത്തിയാണ് 179 പേർ മരിച്ചത്. വിമാനത്തിലെ 2 ജീവനക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആകെ 175 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് ജെജു എയർലൈൻസ് വിമാനത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇടിച്ചത് ലാൻഡിംഗ് ഗിയർ തകരാർ, റൺവേ സുരക്ഷാ വേലിയുടെ പ്രശ്നം എന്നിവയടക്കം വിവിധ ഘടകങ്ങളാണ് അന്വേഷകർ പരിശോധിക്കുന്നത്. നിലവിലെ തെളിവുകൾ വെച്ച് പക്ഷികൾ ഇടിച്ചതാവാം വിമാനം തകരാനുള്ള കാരണമെന്നാണ് ദക്ഷിണ കൊറിയയുടെ ലാൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്പോർട്ട് മന്ത്രാലയം പ്രഖ്യാപിച്ചത്. പക്ഷി ഇടിച്ചതായി സ്ഥിരീകരിച്ചു. വ്യോമ റെയിൽ അപകട അന്വേഷണ കമ്മീഷൻ തലവൻ ലീ സോങ് യോൾ ജനുവരി 8-ന് പ്രാദേശിക മാധ്യമമായ എൻടുഡേയോട് പറഞ്ഞിരുന്നു. എഞ്ചിനിൽ പ്രവേശിച്ച മണ്ണ് മാറ്റുന്നതിനിടെ ചില തൂവലുകൾ കണ്ടു. ഏതിനത്തിൽപ്പെട്ട പക്ഷിയാണെന്നുള്ള കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് ലീ അറിയിച്ചു. വിമാനാപകടത്തിന് 4 മിനിറ്റ് മുമ്പ് പൈലറ്റുമാരിൽ ഒരാൾ പക്ഷി ഇടിച്ചതായി റിപ്പോർട്ട് ചെയ്യുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. റൺവേയുടെ എതിർഭാഗത്ത് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പൈലറ്റ് വിളിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ എയർ ട്രാഫിക് കൺട്രോൾ പക്ഷിക്കൂട്ടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതേസമയം വ്യോമയാന അധികൃതരെ ഏറ്റവും കുഴയ്ക്കുന്ന കാര്യം വിമാനത്തിന്റെ 2 ബ്ലാക്ക് ബോക്സുകളും അപകടത്തിന് 4 മിനിറ്റ് മുമ്പ് റെക്കോർഡിംഗ് നിർത്തിയതാണ്. അന്വേഷണത്തിൽ നേരിടുന്ന വലിയ വെല്ലുവിളിയും അതുതന്നെയാണ്. ബ്ലാക്ക് ബോക്സിൽ വിവരമൊന്നുമില്ലാതെ ശൂന്യമായത് അത്ഭുതകരമെന്നാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ മുൻ അപകട അന്വേഷകനായ സിം ജായോ ഡോങ് അഭിപ്രായപ്പെട്ടത്. വൈദ്യുതിയും ബാക്കപ്പും അടക്കം എല്ലാം വിച്ഛേദിക്കപ്പെട്ടത് അപൂർവ സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2 എഞ്ചിനുകളിലും പക്ഷികൾ ഇടിക്കുന്ന സംഭവങ്ങളും അപൂർവമാണ്. അത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും വളരെ വിദഗ്ധമായി വിമാനം പൈലറ്റുമാർ സുരക്ഷിതമായി നിലത്തിറക്കിയ സംഭവങ്ങളുമുണ്ട്. എന്തായാലും ജെജു എയർലൈൻസ് വിമാനം റൺവേ സുരക്ഷാ വേലിയിൽ ഇടിക്കുന്നതിന് 4 മിനിറ്റ് മുമ്പ് വരെ മാത്രമാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും പ്രവർത്തിച്ചിരുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വിമാനം ബെല്ലി ലാൻഡിംഗ് നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് അതിവേഗത്തിലെത്തി മതിലിലിടിച്ച് തീപിടിക്കുന്നത്. 2800 മീറ്റർ ദൈർഘ്യമുള്ള റൺവേയിലൂടെ വിമാനം പാഞ്ഞെടുക്കുന്നതിൻ്റെയും മതിലിലിടിച്ച് തീപിടിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വിമാനം മതിലിൽ ഇടിച്ചില്ലായിരുന്നുവെങ്കിൽ വലിയൊരു അപകടം ഒഴിവാക്കാമായിരുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മുവാനിലേക്ക് വന്ന ഇരട്ട എഞ്ചിനുള്ള ബോയിങ് 737-800 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്.